Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കാം. കൂടാതെ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നത് അമേരിക്കയിലെ സുപ്രീം കോർട്ട് പറഞ്ഞു ട്രംപിൻ്റെ ഈ താരിഫിൻ്റെ ഇതൊക്കെ കുറച്ച് കുറയ്ക്കണം, അതായത് കുറച്ച് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും പണ്ട് ഇതുപോലെ ഒരു ന്യൂസ് വന്നതാണ്. അതിനുശേഷം വീണ്ടും ട്രംപിന് അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വീണ്ടും വന്നു, വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ കുറച്ച് നല്ലൊരു ഗ്യാപ്പപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവാമെന്നറിയില്ല. ഇനി പഴയ പോലെ അന്നത്തെ ഒരു ഗ്യാപ്പപ്പ് വന്നിട്ട് അതേപോലെ താഴത്തോട്ട് പോകുമെന്നും നമുക്കറിയില്ല. ഏകദേശം നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് അതുപോലെ മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ ചാർട്ടുകൾ നമുക്ക് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളോട്ട് പോകാം. ആദ്യം തന്നെ നിഫ്റ്റിയാണ്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു 100 പോയിൻ്റ് മുകളിൽ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പറഞ്ഞതാണ് ഈ റേഞ്ചുകളൊക്കെ അന്ന് പറഞ്ഞു വെച്ച റേഞ്ചുകൾ തന്നെയാണ്, ഒരു ഓൾ ടൈം ഹൈ ആണ്. നിഫ്റ്റിയിൽ ഇപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ആ 26,370 ആ റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നിഫ്റ്റിയിൽ നമുക്കൊരു 10-12% റിട്ടേൺ നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി സൈഡ് വേസിലോട്ട് പോകാനാണ് കൂടുതലും സാധ്യത. കാരണം ഒരുപാട് നാളായിട്ട് നിഫ്റ്റി ഉണ്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 7% ഉള്ളിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2024 മുതൽ ഇപ്പോൾ 2026, 25, 26 ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ നിഫ്റ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്ന് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മിക്കവാറും മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുന്ന് മേലോട്ട് പോയി ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 8-10% ഒരു മൂവ്മെൻറ്റ് തന്നാലാണ് നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുന്ന മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,200 ആ റേഞ്ചാണ്. കാരണം ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി ഒരുപാട് നാൾ, അതായത് 2005 ജനുവരി തൊട്ടിട്ട് ഏകദേശം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ഒരു 2 വർഷത്തോളം നമുക്കധികം റിട്ടേൺ തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് ലോങ്ങിലേക്കൊക്കെ ഇപ്പോൾ നിഫ്റ്റി ബീസ് അതൊക്കെ വേണമെങ്കിൽ ഇപ്പോഴും അക്യുമുലേറ്റ് ചെയ്യാം. കാരണം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് വലിയ കുഴപ്പമില്ല. നിഫ്റ്റി ബീസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഓരോരോ മന്ത്ലി വേണമെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഈ ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്ത് മേലോട്ട് പോകാനുള്ള ഒരു ഇതാണ് നിഫ്റ്റിയിൽ. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. വലിയ റിട്ടേൺ പ്രതീക്ഷിക്കേണ്ട, സ്റ്റോക്കുകളെ പോലെ ആയിരിക്കില്ല ETF മൂവ് ചെയ്യുക. പക്ഷെ എന്നാലും നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നമ്മുടെ FD റിട്ടേണേക്കാളും നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് പോവുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വെച്ച റേഞ്ചാണ്. ഈ 17,500 എന്നുള്ള റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 18,000 എന്നുള്ള റേഞ്ചാണ്. ആ 18,000 കൂടി ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഞാൻ പ്രതീക്ഷിച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 18,000 ഒക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് നല്ല നല്ല ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല നല്ല ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്മോൾ ക്യാപ്പിൻ്റെ ആ ഒരു ഇൻഡെക്സും കൂടി നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചും അതുപോലെ നല്ലൊരു പെർഫോമൻസും കാഴ്ചവെച്ചാലാണ് നമുക്ക് ആ സ്റ്റോക്കുകളുടെ ബ്രേക്ക് ഔട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്ത് മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ടാവുള്ളൂ. കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റൽ അതുപോലെ നമ്മുടെ PSU ബാങ്ക്, ഫിനാൻഷ്യൽ സെക്ടർ അതിലൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെക്ടറുകൾ മാത്രമാണ് ഇപ്പോൾ ചെറുതായിട്ട് മൂവ്മെൻറ്റ് വരുന്നുള്ളൂ. അല്ലാണ്ട് കുറച്ച് സെക്ടറുകൾ ഇപ്പോൾ പിക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാം. നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്ന റേഞ്ച് ഒരു 18,000 എന്നുള്ള റേഞ്ചാണ്. 18,000 ബ്രേക്ക് ചെയ്താലാണ് എനിക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. താഴത്തോട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല, കുറവാണ് ഏകദേശം. അതുപോലെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സിമിലറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ട് പോലെ തന്നെയാണ്. ഏകദേശം അതുപോലത്തുള്ള ഒരു പാറ്റേൺ ആണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിഫ്റ്റിയുടെ അതേ പാറ്റേൺ ആണ്. നമ്മൾ നിഫ്റ്റിയിലെ പോലെ തന്നെ ഈ ഒരു 61,300 ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ പോലെ തന്നെ മിഡ് ക്യാപ്പിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ ETF അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് സ്റ്റോക്കുകളെക്കാളും റിസ്ക് കുറച്ചുകൂടി വളരെ കുറവായിരിക്കും ETF ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ലോങ് ടൈമിൽ. പക്ഷേ റിട്ടേൺ വളരെ പറഞ്ഞ പോലെ കുറച്ച് കുറവായിരിക്കും, പക്ഷേ റിസ്ക്കും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു സെക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി MNC ഇൻഡെക്സ് എന്ന് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. CNX
MNC. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് വരുന്നത് വീക്ക്ലി കാൻഡിൽ എടുക്കാം. ഉണ്ടോ, വീക്ക്ലി കാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. കുറച്ച് ഒരുപാട് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലൊക്കെ നമുക്ക് ഇതിൻ്റെ ETF നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് മേടിക്കാവുന്നതാണ്. നല്ലൊരു പാറ്റേൺ ആണ്, അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ റേഞ്ച് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഈ റേഞ്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്റ്റോപ്പ് ലോസ് വരുന്നത് ഒരു 5% ലോസ് നമുക്ക് വരുന്നുണ്ട്. അത് 5%-ൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ഒരു 10%-ൻ്റെ ഒക്കെ ഫസ്റ്റ് ടാർഗറ്റ് എടുക്കാവുന്നതാണ്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 34,400 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഇൻഡെക്സിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളത് ETF എടുത്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 5%-ൻ്റെ നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചാർട്ടിൽ അനലൈസ് ചെയ്യാൻ 5% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 10% ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും മേലോട്ട് പോവുകയാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ ഇതിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു CNX MNC എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് നോക്കാവുന്നതാണ്. നിഫ്റ്റി MNC ഇൻഡെക്സ് എന്നാണ് പറയുക. ഓക്കെ, കൂടാതെ നമുക്ക് ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറ്റിയ 2 സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് NTPC ആണ്. NTPC കഴിഞ്ഞ ദിവസം 2%-ൻ്റെ മുകളിലൊരു മൂവ്മെൻറ്റ് തന്നു. കൂടാതെ ഇതിൻ്റെ ഒരു വീക്കിലി എടുത്താലും കണ്ടില്ല, നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. ഈ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. ഒരുപാട് നാളത്തെ കൺസോൾട്ടേഷൻ. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. വീക്കിലി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 2024 ഡിസംബർ തൊട്ടിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും 2025 ഈ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും 2026 ഈ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കൺസോൾട്ടേഷനാണ് ഈ ഒരു സ്റ്റോക്ക് കുറച്ച് നാളായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ച് ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഡെയിലി ചാർട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിലൊക്കെ നല്ലൊരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്, നല്ലൊരു വോളിയത്തോടുള്ളൊരു ബ്രേക്ക് ഔട്ട്. നമ്മൾ ആ ലൈനാണ് തന്നെ അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഒരു 3% സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്കൊരു 1:2 എങ്കിലും റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഒരു 3% ആകുമ്പോൾ നമുക്കൊരു 6%-ൻ്റെ ഒക്കെ റിട്ടേൺ നമുക്ക് എടുക്കാം. ഒരു 393 നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു NTPC എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാം. പിന്നെ ട്രയൽ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം സ്റ്റോക്ക് താഴത്തോട്ട് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിന് ശേഷം കണ്ടു ഇവിടുന്ന് പിക്ക് ചെയ്ത് മേലോട്ട് കയറി വന്നു. അതിന് ശേഷം അവിടുന്ന് വീണ്ടും നല്ലൊരു സെല്ലിങ് ഉണ്ട്. ഇവിടെ നല്ലൊരു സെല്ലിങ് വന്ന് വീണ്ടും ഒരുപാട് നാൾ താഴെയായിരുന്നു സ്റ്റോക്ക്, അല്ലേ, ഒരുപാട് താഴെയായിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഒരു ബൈയിങ് പ്രഷർ വരുന്നത്. അപ്പോൾ ആ ബൈയിങ് പ്രഷർ കണ്ടിന്യൂ ആയിട്ട് മൂവ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ കൺസോൾട്ടേഷൻ നടന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു അതിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ 448 പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിത് താഴത്തുനിന്ന് തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതല്ല ഇവിടുന്ന് താഴത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് ഉണ്ട്. നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ് ഈ റേഞ്ച്. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ഒരു 315 താഴെ പോവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ആ രീതിയിലും പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വരും ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷെ കണ്ടിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചാർട്ട് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള NTPC അതുപോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം ഒരുപാട് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ കണ്ടത് അതേ ചാർട്ട് തന്നെയാണ്. അതേ ചാർട്ട് പോലെ തന്നെയാണ് നമുക്കിതിലും കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുത്താലും കണ്ടില്ലേ, വീക്കിൽ എടുത്താലും നമുക്ക് അതേപോലെ തന്നെയാണ്. നല്ലൊരു താഴത്തോട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കണ്ടു. ഇവിടുന്ന് ഏകദേശം നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു. അതിനുശേഷം കണ്ടു ഇവിടുന്ന് കയറാൻ ശ്രമിച്ചു, കയറാൻ പറ്റിയില്ല. വീണ്ടും താഴത്തോട്ട് വന്നു. വീണ്ടും ഇതേ നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഈ റേഞ്ചിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നല്ലൊരു ബോട്ടം തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു എൻട്രി വരുന്നതാണെങ്കിലും ഇപ്പോൾ ഈ റേഞ്ചിൻ്റെ മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എടുക്കാം. ഒരു 1550 മുകളിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. ഈ റേഞ്ചിൻ്റെ മുകളിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ചിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ നോക്കട്ടെ കറക്റ്റായിട്ട് എത്ര പെർസെൻറ്റേജ് വരുന്ന അറിയാം. പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 2-3% സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3% നോക്കി കഴിഞ്ഞാൽ ഒരു 6% ഫസ്റ്റ് ടാർഗറ്റ് 1:2 ആണ് നമ്മൾ
റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന ഒരു 1645 നമുക്ക് ടാർഗറ്റ് വരുന്നതാണ്. 1:2 റിസ്ക് റിവാർഡ്. പക്ഷേ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയൽ ചെയ്തിട്ട് മേലോട്ട് പോകാൻ പറ്റുന്നതാണ്. നമ്മളത് ചാർട്ട് അനലൈസ് ചെയ്യുക. ഡെയിലി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഡെയിലി ചാർട്ടുകളൊക്കെ നോക്കുക, താഴത്തോട്ടാണോ മേലോട്ടാണോ പോകുന്നതൊക്കെ നോക്കിയിട്ട് വോളിയൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടാർഗറ്റിൽ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു ബോട്ടം ഔട്ടായിട്ടുള്ള ഒരുപാട് നാളത്തെ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളത്തേക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ പല സ്റ്റോക്കുകളുടെ ചാർട്ടുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്